കൃഷ്ണ, ഗുരുവായൂരപ്പ രക്ഷിക്കണേ, ആ ലൈനൊന്ന് വേഗം കിട്ടണേ. മുതലാളി കിട്ടി. വേഗം കാര്യം പറയടാ. ഹലോ, വലിയ വീടിന്റെ വീട്ടിൽ നിന്നാ. വാ വിളിക്കാതെ കാര്യം പറയടാ പോത്തെ. ഹലോ, എന്റെ പൊന്ന് കരടി നാരായണ ചേട്ടാ, ആട് പറ്റി ആനയാകുന്ന ഒരു പദ്ധതി നമ്മുടെ കൊച്ചു മുതലാളി തുടങ്ങിയിരുന്നല്ലോ, അതങ്ങ് പൊളിഞ്ഞു. നാട്ടുകാരിപ്പം ആടിന് പകരം കൊച്ചു മുതലാളിയെ ഓഫീസിൽ പിടിച്ച് കെട്ടിവെച്ചിരിക്കുക. നിങ്ങളൊന്ന് വേഗം വരണം. ആരൊക്കെ വേണമെന്ന് എല്ലാവരെയും കെട്ടിയെടുക്കാൻ പറയടാ. ഹലോ, കൊടുവാൾ പ്രകാശനെയും ബ്രൂസിലി ഭാസ്കരനെയും കൂടെ കൂട്ടിക്കോ. കോവയും മച്ചാനും വരാൻ പറയടാ. ഹലോ, കോവയും മച്ചാനും വേണം, അല്പം കുഴഞ്ഞ പ്രശ്നമാണ്. ശരി, ഓക്കെ, എല്ലാം ഓക്കെ. എന്തോന്ന് ഓക്കെ? അവരിപ്പൊ തന്നെ അങ്ങെത്തും. പിന്നെ കോവയും മച്ചാൻ വരാൻ അല്പം ലേറ്റ് ആകും. മച്ചാൻ വേറൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോയിരിക്കണം. മച്ചാൻ വന്നില്ലെങ്കിൽ എല്ലാം കുളമാവും. മുതലാളി ബേജാറാണ്ടിരി, ആടി തുടങ്ങുമ്പോഴേക്കും മച്ചാൻ അങ്ങെത്തും. ആൾക്കൂട്ടം ഏകദേശം എത്ര പേര് വരും? കുറഞ്ഞത് ഒരു 50 പേര് കാണും. ഒരു 5 പേരെ കരടി നാരായണൻ കൈകാര്യം ചെയ്തോളും. പിന്നെ ബ്രൂസിലി ഭാസ്കരൻ 5 പേരെ ഈസി ആയിട്ട് തടവിക്കൊള്ളും. കുറഞ്ഞത് 10 പേരെങ്കിലും കൊടുവാൾ പ്രകാശം നോക്കിക്കൊള്ളും. ഞങ്ങളുടെ കാശ് തരാതെ നീയൊക്കെ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിക്കണം. സൈക്കിൾ ആടിനെ തിരിച്ചു വയ്ക്കാൻ നീ കാരണം ആട് തുടങ്ങണം. അയ്യോ 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 അവിടെ ഇരിക്കട്ടെ. അയ്യോ അത് കൊള്ളാം. കൊല്ലല്ലേ കൊല്ലല്ലേ. അയ്യോ ആള് മാറി ആള് മാറി ആള് മാറി. അയ്യോ ആള് മാറി ആള് മാറി. അമ്മേ ഓവൈ മച്ചാൻ പത്തുങ്ങ. ഇന്നത്തെ പ്രോഗ്രാം ഇച്ചിരി കട്ടിയായി പോയി. എന്റെ പല സ്ഥലത്തും വീങ്ങി. അയ്യോ മതി എന്റെ ഭാര്യയെ, ഇനി തിന്നാൻ വയ്യ. രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നതല്ലേ, 2 കൂടി കഴിക്കേ. ഇടി വശക്കടായിട്ട് എങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മുട്ട കഴിക്കുന്നത് നല്ലതാ. ചേട്ടത്തേക്ക് വിവരമുണ്ട്. ഏതാണ്ട് അതേ സ്ഥലത്ത് എനിക്കൊരു ഇടി കിട്ടിയിട്ടുണ്ട്. മുട്ട ഒരു 4 കൂടെ പോരട്ടെ. മച്ചാൻ എന്താ അണ്ടി വിഴുങ്ങി അണ്ണനെ പോലെ ഇരിക്കുന്നത്? വിഴുങ്ങി കാണും. 8 കൊല്ലം മുമ്പ് മരിച്ച ഞങ്ങളെ ചേച്ചി ഓർത്ത് എപ്പോഴെങ്കിലും ഇരുന്നാലേ മച്ചാൻ മെലിഞ്ഞ് മെലിഞ്ഞ് നീർക്കോലി പോലെ ആവും. എടാ, 8 കൊല്ലം മുമ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതേ നിങ്ങളുടെ പെങ്ങളാ. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ജീവനാ. ഇന്നവൾ ഉണ്ടായിരുന്നെങ്കിൽ 10 മുട്ട കൊണ്ട് ഒരൊറ്റ ഓംലെറ്റ് ഉണ്ടാക്കി എനിക്ക് തരത്തില്ലായിരുന്നോ? അത് ശരി, അപ്പൊ മുട്ട ആംപ്ലേറ്റ് ആണ് പ്രശ്നം. ഹലോ, കരടി നാരായണൻ സ്പീക്കിംഗ്. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ അടിയെന്നോ? അത് പിച്ചക്കാര് തമ്മിലായിരിക്കും. അതിന് ഞങ്ങൾ എന്തിനാണ് വിളിക്കുന്നത്? അരമണിക്കൂർ നേരത്തെ ചെറിയ പ്രോഗ്രാമാണ്, നല്ല കാശ് തരാമെന്ന്. ഓ, ഇന്നിനി വയ്യടാ. നീ ഒരു കാര്യം ചെയ്യും, അടുത്ത മാസം 24-ാം തീയതി ഒഴിവുള്ളെന്ന് വെച്ചൊരു കാച്ചു കാശ്. ഹലോ, സോറി, അടുത്ത മാസം 24-ാം തീയതിയേ ഇനി ഡേറ്റ്സ് ഉള്ളൂ. 10,000 രൂപയോ? മച്ചാനെ, 10,000 രൂപ റെഡി ക്യാഷായി കൈ തരാമെന്ന്. 10,000 രൂപയോ? അപ്പൊ ക്ഷീണൊരു പ്രശ്നമേ ഇല്ല. വാടാ മക്കളെ. ഓക്കെ, ഞങ്ങൾ വരാം. എല്ലാം എടുത്തു, പോകുന്ന വഴിക്ക് തിന്നാം. സത്യഭാമേ, സത്യഭാമേ, ഈ കുട്ടി എവിടെ പോയി കിടക്കുക? ഭാമേ, കൊച്ചമണി, കൊച്ചമണി, നീ ഭാമയെ കണ്ടോ? ഏടത്തിന്റെ കൂടെ ക്ഷേത്രത്തിൽ വരുമെന്ന് പറഞ്ഞ് നിക്കണ കണ്ടായിരുന്നല്ലോ. ഇല്ലയെന്നേ, ഞാൻ ഇപ്പൊ പോയിട്ട് തീർന്നേയുള്ളൂ. എന്നാ പിന്നെ അകത്തെങ്ങാനും കാണും. എന്റെ ഗുരുവായൂരപ്പ, ഇനി തനിച്ചെങ്ങാനും ക്ഷേത്രത്തിൽ പോയി കാണുമോ? ഏട്ടനറിഞ്ഞ ഇനി ഇപ്പൊ എന്താ ഉണ്ടാവുക? അവള് തനിച്ചൊന്നും പോയിട്ടുണ്ടാവില്ല. ചിലപ്പോ താത്തയുടെ മുറി കാണും. ഞാൻ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നാത്തുന്റെ മുമ്പിൽ ഇങ്ങനെ മരത്തോക്ക് പോലെ നിൽക്കുവോ? എന്നാൽ ഉറപ്പാ
ഭാമ തനിച്ചായിരിക്കും പോയിട്ടുണ്ടാവുക. വലിയേട്ടൻ അറിഞ്ഞാ പിന്നെ ഭൂകമ്പം തന്നെ ഉണ്ടാവും. ഇങ്ങനെ നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ല. അനിയേട്ടനോടും ശമ്പൂട്ടിനോടും പറ പോയി ഭാമയെ തിരക്കാൻ. അതാ ഇപ്പൊ നന്നായത്. പറയേണ്ട താമസമുള്ളൂ. ഇപ്പൊ തന്നെ പോയി അന്വേഷിക്കും. ഇങ്ങനെയുള്ള മണ്ടന്മാരായ ആങ്ങളമാരെ തന്നെ വേണ്ടിയിരുന്നോ ഞങ്ങളുടെ തലയെ വെച്ച് കെട്ടെ. ഒന്ന് നിർത്തണുണ്ടോ മനുഷ്യ? ഇതെല്ലാം തല്ലിപ്പൊട്ടിച്ച് അടുപ്പിക്കൊണ്ടിട്ട് കത്തിക്കും ഞാൻ. രണ്ടുപേരും കൂടി 24 മണിക്കൂർ മൃദംഗം വായിച്ചോണ്ടിരുന്നാലേ മനുഷ്യന് വയറ് നിൽക്കില്ല. മൃദംഗവും മോർച്ചിങ്ങും ഇല്ലെങ്കിൽ പിന്നെ അനിയനും ശംഭു ഇല്ല. ഞങ്ങൾക്ക് മൂട് വന്നാ ഞങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ അപ്പുറത്തേക്ക് പോയിക്കോളൂ. ആഹാ, എന്നാൽ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. എന്താ സുഭദ്ര ഇത്? നിനക്ക് വട്ടയോ? അയ്യോ, ഇനി എന്തിനാ വട്ട ഇളകുന്നത്? വട്ട് മൂത്തതാ. എന്നീ തമ്പുരാൻ എന്റെ കെട്ടി താലി കെട്ടിയോ അന്ന് വട്ട് തുടങ്ങിയതാ. ഇനി നിങ്ങളുടെ കൂടെ കഴിഞ്ഞാൽ എനിക്ക് മുഴുവൻ വട്ട് പിടിക്കും. എന്നാ ഏട്ടന് ഞാനും രക്ഷപ്പെട്ടു. ഏടത്തിയെ കാണാൻ ഭ്രാന്താശുപത്രി വരുന്ന വഴിക്ക് ടൗണിലെ തിയേറ്ററിൽ കയറി ഞങ്ങൾക്ക് സമ്പൂർണ്ണ രാമായണ സിനിമ കാണാമല്ലോ. അമ്മയ്ക്ക് പ്രസവവേദന, മോക്ക് വീണവായന. എന്താ കൊച്ചമണി പറയണേ? നിന്റെ അച്ഛൻ മരിച്ചിട്ട് കൊല്ലം 10 ആയില്ലേ? പിന്നെ നിന്റെ അമ്മയ്ക്ക് എങ്ങനെയാ പ്രസവന വരിക? ദേ മനുഷ്യ, ഭാമയെ കാണുന്നില്ല. ഓ, അതാ അടുക്കളയിൽ അലമാര തന്നെ കാണും. ഞാൻ പറഞ്ഞത് നമ്മുടെ സത്യഭാമയുടെ കാര്യ. ഓ, ഞാൻ കേട്ടത് പാമോയിലെന്നാ. പൊട്ടത്തരം പറഞ്ഞോണ്ടിരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി ഭാമയെ കൂട്ടിക്കൊണ്ടുവാ. ഭാമ തനിച്ച് തൊഴാൻ പോയിരിക്കാം. ഏട്ടൻ താഴേക്ക് വരുമ്പോ വേഗം പോയി കൂട്ടിക്കൊണ്ട് വന്നോളൂ. ഇതെന്താ നേരത്തെ പറയാണ്ടിരുന്നേ? ഏട്ടാ വരിക. ഇതുവരെ പോയില്ലേ? ഞങ്ങൾ പുറപ്പെടുന്നു. കാവിലമ്മയെ ചതിച്ചു. ഏട്ടൻ വരണുണ്ട്. എന്താ വെളുപ്പാങ്കാലത്ത് ഭൂമുഖത്ത് ചമഞ്ഞൊരുങ്ങി നിൽക്കണേ? ഇവിടെ വല്ല സൗന്ദര്യ മത്സരവും നടക്കുന്നുണ്ടോ പ്രദർശിപ്പിക്കാൻ? അകത്ത് കയറി പോകുന്നുണ്ടോ? രാത്രി നിൽക്ക. ഭാമയോട് ക്ഷേത്രത്തിൽ പോകാൻ വരാൻ പറഞ്ഞോളൂ. പറഞ്ഞത് കേട്ടില്ലേ? എന്താ കേൾവിക്കുറവുണ്ടോ? അതോ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നുണ്ടോ? പോയി വിളിച്ചോണ്ട് വാടി അസത്തെ. അത് ഭാമ. എന്താ നാവിറങ്ങിപ്പോയോ? ഭാമ തൊഴാൻ പോയിരിക്കുക. കൂടെ ആരാ? തനിച്ച. നിന്നൊക്കെ എന്തിനാടി ഇവിടെ ഇട്ട് തീറ്റിപ്പോറ്റി വളർത്തുന്നത്? ഭാമ തനിച്ച് ഈ വീട്ടിൽ നിന്ന് വെളി പോരുതെന്ന് നിന്നോടൊക്കെ 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ട് നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നോളൂ തനിച്ചയക്കാൻ? നിന്നെയൊക്കെ ഇവിടെ ഇട്ട് വളർത്തുന്നതേ എന്റെ ഭാമമോൾക്കൊരു കാവലായിക്കോട്ടെ എന്നോർത്ത, അല്ലാതെ നിന്നോടൊന്നുള്ള സ്നേഹം കൊണ്ടല്ല. കണ്ടില്ലേ ഒരുത്തി നിൽക്കണത്? കോവിലകത്ത് പാട്ട് പഠിപ്പിക്കാമെന്ന ഏതോ ഒരു കോന്തന്റെ കൂടെ ഇറങ്ങിത്തിരിച്ചതിന് കിട്ടിയ ദൈവശിക്ഷ. കല്യാണം കഴിഞ്ഞ് 3-ാം നാൾ വിധവയായി. ഇനി ഈ തറവാട്ടിൽ ഒരു പെണ്ണും വഴിതെറ്റാൻ പാടില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ സത്യഭാമയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ച ഒന്നിനെ ഞാൻ വെച്ചേക്കില്ല. മനസ്സിലായില്ലേ? എന്താ നാരായണ കുളിപ്പിച്ച് കാറില്ലാതേക്കോ? ചെല്ലേ തിരുമേനെ അന്വേഷിക്കുന്നുണ്ട്. ഇന്ന് വയറ് നിറച്ച് കിട്ടിക്കോളൂ. എന്താ കനി ബാധിച്ചോ? ഭാമക്കുഞ്ഞ് ക്ഷേത്രത്തിൽ പോയത് തനിച്ചാ, ഇതുവരെ വന്നിട്ടില്ല. എന്റെ ഈശ്വര, ഇത് പ്രശ്ന. ഇപ്പൊ ഇവിടെ നിന്ന കുഴപ്പാ. കളരി തോറ്റ അമ്മയുടെ നെഞ്ചത്തെ ഒന്ന് പറഞ്ഞത് ശരിയാ. വലിയ തിരുമേനെ ചോദിച്ചാ ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ കാശിക്ക് പോയി പറ. അല്ലെങ്കിൽ വേണ്ട, അത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാനിപ്പോ ചത്തു എന്ന് പറ. അറം പറ്റാന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. മരണം ഉറപ്പായി. അല്ല തിരുമേനിയോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? താനെന്താ ആളെ കളിയാക്കിയ? ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്റെ കൂടെ ഉള്ള ആളല്ലേ താൻ? അതെ. പിന്നെന്താ വർഷങ്ങളോളം തമ്മിക്കാണാത്ത ആളെ പോലെ വിശേഷം തിരക്കാൻ? അത് പിന്നെ ഇന്നലെ രാത്രിയിൽ നമ്മൾ അവസാനമായിട്ട് കണ്ടത്. ഇന്ന് രാവിലെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് തിരക്കായിരുന്നു. എന്നിട്ട് താനെന്താ എന്നെ കണ്ടപ്പോ വാണം വിട്ട പോലെ തിരിഞ്ഞോടിയത്? അത് ഇങ്ങോട്ട് വന്ന് കേറിയപ്പോ ഒരു മൂത്രശങ്ക. അതങ്ങോട്ട് ഒഴിച്ചാ തീരില്ലേ ആ ശങ്ക? തീരും. മനുഷ്യൻ ഇവിടെ വയറുകത്തിയിരിക്കുന്ന നേരത്തെ അയാളുടെ ഒരു തമാശ. ഭാമ തനിച്ചാ തൊഴാൻ പോയിരിക്കണേ. പോയി വിളിച്ചോണ്ട് പാടും. ഇത്രേ ഉള്ളൂ. ഞാനിപ്പോ തന്നെ പോയി കൂട്ടിട്ട് വരാം. ആ ഭാമക്കുഞ്ഞല്ലേ വരുന്നത്.
എന്താ മോളെ നീ കാണിച്ചത്? അച്ഛനെ വല്ലാതെ വിഷമിപ്പിച്ചു കളഞ്ഞല്ലോ. തനിച്ച് പുറത്തേക്ക് എങ്ങും പോകരുതെന്ന് മോളോട് അച്ഛൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഭാമ തനിച്ചായിരുന്നില്ല, കൂടെ പുരുഷോത്തമനും ഉണ്ടായിരുന്നു. മുട്ടനാട് പെണ്ണാടിന്റെ പുറകെ നടക്കണ പോലെ ഗേറ്റ് വരെ പുരുഷവും കൂടെ ഉണ്ടായിരുന്നു. ആ ചെറ്റകളെ, നാണമില്ല. ഈ മുറ്റം വരെ അവൻ ഭാമയുടെ പുറകെ വന്നിട്ട് അവനെ വെറുതെ വിട്ടു അല്ലേ? പുരുഷോത്തമൻ അനാവശ്യമായി മോളോട് എന്തെങ്കിലും പറഞ്ഞു? ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ഓരോ കിന്നാരും പറഞ്ഞ് എന്റെ പുറകെ നടക്കാൻ തുടങ്ങിയതാ. ഞാനും എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് നാണമില്ലാതെ ഈ ഗേറ്റ് വരെ വന്നു. എനിക്ക് അയാളെ കാണുന്നതിന് പേടി അച്ഛാ. ഇനി അവനിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ മോൾ അച്ഛനോട് പറയാൻ മടിക്കണ്ട. അച്ഛൻ അറിയാം അവൻ എന്താ ചെയ്യേണ്ടെന്ന്. പൊയ്ക്കോ. എന്താ മോളെ പുറത്തൊരു ബഹളം കേട്ടത്? ഞാൻ തനിച്ചൊന്ന് ക്ഷേത്രത്തിൽ പോയതിനാണ് അമ്മ ഈ ബഹളം. തനിച്ച് എന്തിനാ പോയേ? 4 ചുറ്റും ശത്രുക്കളാ. നിനക്കറിയാലോ, ദുർമന്ത്രവാദം ചെയ്തല്ലേ എന്നെ ഇങ്ങനെ കിടത്തിയിരിക്കണത്. അതുപോലെ നിനക്കും ഒരാപത്ത് വരാതിരിക്കാനാ അച്ഛൻ ഇത്രയും സൂക്ഷിക്കണത്. ഇതൊക്കെ അമ്മയുടെ അച്ഛന്റെ ഓരോ തോന്നലുകളാ. ആരും ദുർമന്ത്രവാദം നടത്തിയിട്ടൊന്നുമല്ല അമ്മ കിടപ്പിലായത്. ബ്ലഡ് പ്രഷർ കൂടിയിട്ടാ അമ്മയ്ക്ക് ഈ തളർച്ച വന്നത്. നീ കുട്ടിയാ, നിനക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ദൈവം നിന്നെ കാത്തോളും. എടോ വരെ, ആ മൂത്ത കുന്നത്തിന് എന്റെ ചോരയോടുള്ള ദാഹം ഇനിയും തീർന്നിട്ടില്ല. ആ ശകുനി തന്തയും അവന്റെ പുന്നാര മോനും എന്നെ ചതിക്കാൻ തക്കം നോക്കിയിരിക്കുക. ദുർമന്ത്രവാദം ചെയ്ത് കുട്ടിമാളുവമ്മയെ അടിച്ചോണ്ട് പോയ പോലെ ഭാമക്കുഞ്ഞിന്റെ മനസ്സ് മാറ്റി ആ പുരുഷോത്തമനെ കൊണ്ട് താലി കെട്ടിക്കുമെന്ന എന്റെ സംശയം. തന്റെ ഒരു ഒടുക്കത്തെ സംശയം കരുതാ കൊണ്ടൊന്നും പറയലോ. താൻ പറഞ്ഞിട്ടുള്ളതൊക്കെ അപ്പടി നടന്നിട്ടുള്ള അനുഭവ എനിക്ക് ഇന്നു വരെ ഉള്ളത്. ഇതും നടക്കും. നടന്നാ തന്റെ തലയും ഞാൻ വിട്ടു. എടോ, തന്റെ മോനെവിടെ? പരീക്ഷ എടുത്തിരിക്കുന്ന സമയല്ലേ, ഇരുന്നും കിടന്നും നടന്നും ഒക്കെ പഠിത്തമാ. ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്നാ പറയുന്നത്. പറഞ്ഞു നാക്കെടുത്തില്ല, അതിനു മുമ്പ് அவங்க എത്തി. സേതുവിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. തനിക്ക് 100 ആയുസ്. അതെ അതെ, ഇനി നീ ബൈക്കും കൊണ്ടുപോയി വല്ല ലോറിയിലോ ബസ്സിലോ ഇടിച്ചാലും ശരി, ചാവില്ല. ബൈക്കിന് പോലും സംഭവിച്ചെങ്കിലേ ഉള്ളൂ. അറം പറ്റുന്ന വാക്കൊന്നും പറയാതോ. ഞാൻ തന്നെ കാത്തിരിക്കുകയായിരുന്നു. ആ പുരുഷോത്തമന്റെ ശല്യം പിന്നെയും കൂടിക്കൊണ്ടിരിക്കുക. ഇനി ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. അവനെ കണ്ടാൽ ഒന്ന് വിരട്ടി വിട്ടേരെ. ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് അവനൊന്ന് അറിയട്ടെ. ആ പഠിത്തം നന്നായി നടക്കണ്ടല്ലോ. ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് വേറെ പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞത് അച്ഛൻ ഫസ്റ്റ് റാങ്ക് ആക്കിയേ ഉള്ളൂ. പൊങ്ങച്ചക്കാരൻ. ഞാനെന്നാ അകത്തിന്ന് കാപ്പി പിടിച്ചിട്ട് പോയിക്കോളൂ. എടോ അരേ, ഇക്കാലത്ത് ഇത്രയും അനുസരണയും സ്വഭാവശുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരനെ കാണുക എന്ന് വെച്ചാ അത്ഭുതം തന്നെ. അത് നേരാ. ഡോ, എനിക്കൊരു സംശയം, ഇവൻ തന്റെ മോൻ തന്നെയാണോ എന്ന്. എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്നെന്തായാലും സരസിയോട് പോയി ചോദിച്ചിട്ട് നാളെ വരുമ്പോ കറക്റ്റ് ആയിട്ട് പറയാം. എന്താ പോരെ? ഇവിടുന്ന് ചപ്പാത്തിയും കടലക്കറിയാണെന്ന് നീ എങ്ങനെ അറിഞ്ഞു സേതു? ഇവിടുന്ന് രീച്ച പറഞ്ഞ അത്തളം വരെ വന്നോ? അവിടെ എപ്പോ നോക്കിയാൽ അമ്മ ഒരു ഉണക്കപ്പൊട്ട ഉണ്ടാക്കൂ. അച്ഛനും വലിയ ഇഷ്ടമാണത്രേ. പിന്നെ ഇന്നിവിടെ ചപ്പാത്തിയും കള്ളക്കറി എന്ന് സുഭദ്രടുത്ത് ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പൊ നീയാണ് ഇവനിവിടുത്തെ രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്നതല്ലേ? നിനക്ക് സേതുവിന് ഇഷ്ടല്ലേ? ഇതെന്ത് വർത്താനാ സേതു? കോളേജിൽ പോകുമ്പോ എന്റെ ബ്ലൗസ് ഒന്ന് തയ്ക്കാൻ കൊടുക്കണം. അളവിനുള്ള ബ്ലൗസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മൊത്തത്തെ ഇറക്കം ഒന്ന് കുറയ്ക്കാൻ പറയണം. ഇറക്കം കുറച്ച് ഒടുക്കൻ നിന്റെ ശരീരം ഒരു കാഴ്ച ബംഗ്ലാവ് ആക്കി മാറ്റല്ലേ സുഭദ്ര? എനിക്കൊരു ഫാരൻ ലവ്ലി 1 ടിൻ പോൺസ് പൗഡറും വാങ്ങിച്ചോളൂ. എന്താ കൊച്ചുമണി, വല്ല സൗന്ദര്യ മത്സരത്തിനുള്ള പുറപ്പാണല്ലോ? രണ്ടുപേർക്കും കുറെ തോന്നിയസം പറയാൻ മാത്രം അറിയാം. വേറെ എന്താ ഇനിയിപ്പോ അറിയേണ്ടത് എടുത്തി? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട കേട്ടോ. അയ്യോ, രംഗം വഷളാവുന്നു. ഞാൻ സ്ഥലം വിടുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നായിരുന്നു. ഭാമ നശിപ്പിച്ചു. എന്താണ് കൊച്ചുരുമേമാര് ആഹാരം കഴിക്കുന്നിടത്തും വഴക്കുണ്ടാക്കാണോ? അല്ല, വാരര് പറ. ഞങ്ങളുടെ ഗതിയോ ഇങ്ങനായി. ഈ ശംഭുവിനെങ്കിലും പോയി ആ ഡോക്ടറെ ഒന്ന് കണ്ടൂടെ? കൊച്ചുരുമനിക്ക് എന്ത് പറ്റി? കണ്ടിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. അതല്ല വാരരെ, കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതിനെ പറ്റിയാ പറഞ്ഞത്. ഇപ്പൊ ഏതാണ്ടൊരു ഇഞ്ചക്ഷൻ ഇറങ്ങിയിട്ടുണ്ടത്രേ. അതൊന്ന് പരീക്ഷിച്ചുകൂടെ? ആ ഇഞ്ചക്ഷൻ കൊണ്ടുവന്ന് മൃദംഗത്തിന് കുത്തിവെക്കുന്ന നല്ലത്. ഒരു മൃദംഗ കുട്ടിയെങ്കിലും കിട്ടും. ശ്രീരാമചന്ദ്രൻ ആശ്രമത്തിൽ ലക്ഷ്മണനോടും സീതയോടും കൂടി അച്ഛന്റെ അടുക്കൽ. നീ വലിയൊരുമിനി പറഞ്ഞ കാര്യം ചെയ്തോ സേതു? ഏത് കാര്യം? ആ പുരുഷോത്തമനെ കണ്ടെന്ന് വരട്ടുന്ന കാര്യം എന്താ നീ ചെയ്യായിരുന്നു? എന്റെ അച്ഛ, ആ പുരുഷോത്തമന് ചുക്കും ചെയ്യാൻ പോണില്ല. വെറുതെ തിരുമേനിക്ക് ഓരോന്ന് തോന്നാ. എന്നാലും തിരുമേനി പറഞ്ഞിട്ട് നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ നെറുകേടാവില്ലേ സേതു? മോനെ, നീ വേണ്ടാത്ത എടാകൂടത്തിലൊന്നും പോയി ചാടണ്ട. മൂത്ത കുന്നുകാര് ദുർമന്ത്രവാദികളാ. എന്റെ മോന് രാപത്ത് വന്ന ഒരാളുണ്ടാവില്ല സഹായിക്കാൻ, ഈ പറഞ്ഞ അച്ഛൻ പോലും. എന്നാലും നീ ആ പുരുഷോത്തമനെ ഒന്ന് മുഖാമുഖം കണ്ടേക്ക്. അച്ഛൻ പറയുന്ന പോലെ മുഖാമുഖം കാണേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ വെറുതെ കിടന്ന് കുരക്കേയുള്ളൂ. ഈ കുരക്കണ പട്ടി കടിക്കില്ല. നീ പറഞ്ഞു ശരിയാ, ഈ കുരക്കണ പട്ടി കടിക്കില്ല. അതിന് ഉദാഹരണം നിന്റെ അമ്മ തന്നെയാ. നല്ല അസല് കുരയാ, പക്ഷെ ഇതുവരെ കടിച്ചിട്ടില്ല.
ഉറങ്ങിക്കാണോ? ഉറങ്ങുന്നില്ല, ഗാഠനിദ്രയിലാണ്. ഇതോടുകൂടി ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു എന്ന് കേട്ട ഉടനെ വലിയ തിരുമേനി റേഡിയോ ഓഫ് ചെയ്യുന്നു. കമ്പിളിയെടുത്ത് മൂടി പൊതച്ച് സുഖമായി ഉറങ്ങുന്നു. അദ്ദേഹത്തിന്റെ പുന്നാര മകൾ ഭാവി വരനുമായി അമ്മേ, രാത്രിയിലുള്ള ഈ കണ്ടുമുട്ടൽ വലിയ പ്രശ്നമാണ്. ആരെങ്കിലും കണ്ട കുഴപ്പമാവും. പകൽ എന്തായാലും ഒന്ന് നേരെ നോക്കാൻ പോലും കഴിയില്ല. എത്ര പേര് കാവലാന്നറിയാലോ. ഭാമയുടെ അമ്മാവന്റെ മോനെ പുരുഷോത്തമൻ, അതായത് ഇയാളുടെ മുറച്ചെറുക്കൻ. അവനൊന്ന് ഭാമയോട് സംസാരിച്ചേനാ വലിയ തിരുമേനി ഇവിടെ കിടന്ന് ഈ കലിതുള്ളിയതൊക്കെ. അപ്പൊ ഇതെങ്ങാന്ന് പറഞ്ഞ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഒന്നും ആവില്ല. മൂത്ത അമ്മായിമാരുടെ ജീവിതം പോലെ ആകരുതെന്ന് കരുതിയ അച്ഛൻ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്. ഇയാളെ അച്ഛന് വലിയ സ്നേഹ, എനിക്കറിയാതെ. ഇനി അങ്ങനെ അല്ലെങ്കിലും മകൾക്ക് സ്നേഹ ജീവന. ഏതെങ്കിലും ഒരു ഉണക്ക തിരുമേനിയെ ഭാമയുടെ അച്ഛൻ കണ്ടുവച്ചിട്ടുണ്ടാവും തന്റെ അടുത്തിൽ താലി കെട്ടാൻ. ആ ഉണക്കത്തിരുമേനിക്ക് താലി കെട്ടാൻ സത്യഭാമയുടെ തലകുനിയില്ല. സത്യഭാമയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്ന ചെക്കൻ വേറെ. അതാരാ? തെക്കേടത്ത് ഗോവിന്ദവാര്യരുടെ മകൻ സേതുമാധവൻ, MA ഫൈനൽ ഇയർ. എന്താ പേടിണ്ടോ? പേടിയോ? പേടിയൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പൊ പേടിക്കേണ്ട ആവശ്യം എന്താ അല്ലേ? എന്നാൽ ധീരയോദ്ധാവേ, എന്റെ കൂടെ പോന്നോളൂ. താങ്കളുടെ ധൈര്യം കാണിക്കാനുള്ള മഹനീയ മുഹൂർത്തമാണിത്. അല്ല, എന്തിനാ? വലിയ തിരുമേനെ പള്ളി ഉണർത്തി ഇപ്പോൾ തന്നെ പറയാം, തിരുമേനയുടെ മകളെ എനിക്ക് ഇഷ്ടമാണ്, കല്യാണം കഴിച്ചു തരണമെന്ന്. ഏയ്, അതിപ്പോ വേണ്ട. നാളെ നേരം വിളിക്കട്ടെ, രാവിലെ ഫ്രഷ് ആയിട്ട് വന്നിട്ട് പറയാം. ഇതുപോലെ ഫ്രഷ് ആയിട്ട് പറയാമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാ. ഓ. നേരത്തെ പറഞ്ഞു ഉണക്ക തിരുമേനെ ഇതിലും ഭേദം. ഉം.